പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് JEE, എന്താണ് NEET, എന്താണ് KEAM? സയൻസ് വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ മികച്ച പഠനാവസരവും അതുവഴി ആകർഷകമായ ജോലിയും സ്വന്തമാക്കാൻ ഇതുകൊണ്ടെല്ലാം സാധ്യമാകുമെന്നറിയാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലാസ് മുറികളിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ. ആദ്യം വിശദീകരിക്കുന്നത് JEE, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് രണ്ട് തരത്തിലുണ്ട്: JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ്. JEE മെയിൻ ഇന്ത്യയിലെ എല്ലാ NITകൾ, IIITകൾ, ചില CFTIകൾ എന്നിവയിലെ എഞ്ചിനീയറിംഗ് ഡിഗ്രികൾക്ക് അഡ്മിഷൻ നേടിയെടുക്കാനുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും 2019 20 +2 75% മാർക്കോടെ പാസ്സായവർക്കും ഇപ്പോൾ ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. JEE എൻട്രൻസ് വഴി രാജ്യത്തെ 31 NITകൾ, 25 IIITകൾ കൂടാതെ 28ഓളം CFTIകളിൽ 30,000ഓളം സീറ്റുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. BTech, BE, BArch, B പ്ലാനിംഗ് തുടങ്ങിയ കോഴ്സുകളിൽ ഈ സ്ക്രീനിൽ കാണിച്ച വിവിധ സബ്ജക്റ്റുകളിലാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രികൾ നൽകുന്നത്. നിങ്ങളുടെ സൗകര്യത്തിന് ഈ ലിസ്റ്റ് ഞാൻ താഴെ ലിങ്കായി നൽകിയിട്ടുണ്ട്. ഇതിൽ നൽകിയിട്ടുള്ള B പ്ലാനിംഗ് എന്നത് അധികവും പുതിയതായി വന്ന ന്യൂജൻ കോഴ്സുകളാണ്. ഇതൊക്കെ ഏതൊക്കെ കോളേജുകളിലാണ് ഇന്ത്യയിൽ ലഭ്യമാകുന്നത് എന്നതും ഞാൻ താഴെ നൽകിയിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ വർഷം JEE എൻട്രൻസ് 4 തവണ നടത്തുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് 4 അവസരങ്ങൾ നൽകുന്നുണ്ട് എന്നർത്ഥം. ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഒന്നിലധികമോ അല്ലെങ്കിൽ 4 പരീക്ഷയും എഴുതാവുന്നതാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥി ഒന്നിലധികം പരീക്ഷകൾ എഴുതിയാൽ ഏത് എക്സാമിനേഷനിലായിരുന്നു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്, ആ സ്കോറായിരിക്കും വിദ്യാർത്ഥിയുടെ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുക. 2021 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഈ വർഷം JEE മെയിൻ പരീക്ഷകൾ നടത്തപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന 3 മണിക്കൂർ മാത്രമുള്ള പരീക്ഷയാണ് JEE മെയിന് ആകെയുള്ളത്. അടുത്തതായി JEE അഡ്വാൻസ്. ഇത് JEE മെയിൻ എക്സാമിനേഷൻ എഴുതി നല്ലപോലെ സ്കോർ ചെയ്യുന്ന ഏകദേശം 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന പരീക്ഷയാണ് JEE അഡ്വാൻസ്. ഈ എൻട്രൻസ് എഴുതുക വഴി രാജ്യത്തെ 23 IITകൾ, 5 IISER ഐസറുകൾ, IISc, IIPE, IIST, RGIPT, IIPE തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ BTech, BS, BArch, ഡുവൽ ഡിഗ്രി BTech MTech, ഡുവൽ ഡിഗ്രി BSc MS, ഇൻ്റഗ്രേറ്റഡ് MTech, ഇൻ്റഗ്രേറ്റഡ് MS തുടങ്ങിയ കോഴ്സുകൾക്ക് വിവിധ ബ്രാഞ്ചുകളിൽ അഡ്മിഷൻ JEE അഡ്വാൻസ് വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി NEET, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഇത് MBBS, BDS അതേപോലെ BHMS തുടങ്ങിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള രാജ്യത്തെ ഏകീകൃത എൻട്രൻസ് ടെസ്റ്റാണ്. യഥാർത്ഥത്തിൽ NEET 2 തരത്തിലുണ്ട്: NEET UG ആൻഡ് NEET PG. NEET UG എന്നത് ഈ കാണിച്ചിരിക്കുന്ന കോഴ്സുകൾക്കെല്ലാം അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്. NEET PG എന്നത് ഈ കോഴ്സുകളുടെ ഹയർ സ്റ്റഡിക്ക്, അതായത് ബിരുദാനന്തര ബിരുദത്തിന് അഡ്മിഷൻ നേടണമെങ്കിൽ NEET PG ആണ് ആ വിദ്യാർത്ഥികൾ എഴുതേണ്ടത്. ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കപ്പെടുന്നത് NEET UG മാത്രമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി +2 തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ 50%-ലധികം മാർക്ക് നേടി +2 വിജയിച്ചവർക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വർഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല. ജനുവരി ലാസ്റ്റ് വീക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കേരളത്തിലെ മെഡിക്കൽ, ഡെൻ്റൽ തുടങ്ങിയ കോളേജുകളടക്കം രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിലെ 40,000ഓളം സീറ്റുകൾക്ക് വേണ്ടിയാണ് NEET നടത്തപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് NEET എഴുതുന്ന ഒരു വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന KEAM എന്ന എക്സാമിന് വിദ്യാർത്ഥി അപ്ലൈ ചെയ്തിരിക്കണം. അപ്ലൈ ചെയ്താൽ മാത്രം മതി, പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലെ ഓരോ മെഡിക്കൽ കോളേജിലും അതേപോലെ ഡെൻ്റൽ കോളേജിലെയും 15% സീറ്റിലേക്ക് ഓൾ ഇന്ത്യ തലത്തിലുള്ള NEET റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ നടത്തപ്പെടുന്നത്.
പക്ഷേ ബാക്കി വരുന്ന 85% സീറ്റിലേക്ക് വിദ്യാർത്ഥിയുടെ നീറ്റിലെ പരീക്ഷയിലെ മാർക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് കേരള കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ നീറ്റ് എഴുതുകയും കീമിന് അപ്ലൈ ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ടായിൽ പോലും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നീറ്റ് എഴുതുകയും കീമിന് അപ്ലൈ ചെയ്യുകയും കൂടാതെ നീറ്റിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മിനിമം മാർക്ക് വിദ്യാർത്ഥി നേടിയെടുക്കുകയും വേണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെടുന്ന നീറ്റ് എക്സാമിൽ ടോട്ടൽ 720 മാർക്കാണ് ഉണ്ടാവുക. 3 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് അനുവദിക്കുന്ന സമയം. അവസാനമായി കീം കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള ബിടെക്, BArch കൂടാതെ ഫാർമസി കോഴ്സുകൾക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനാണിത്. ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ കീം എന്ന ഈ എക്സാമിനേഷൻ നിർബന്ധമായും എഴുതിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ കീം എക്സാമിനേഷന് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. കൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീറ്റ് എന്ന എക്സാമിനേഷൻ എഴുതുകയും വേണം. +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ 50% മാർക്കോടുകൂടി +2 പാസ്സായവർക്കോ ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല. കീം എക്സാമിനേഷന് 2 പേപ്പറുകളാണ് ഉണ്ടാവുക. പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, പേപ്പർ 2 മാത്തമാറ്റിക്സ്. 2.5 മണിക്കൂർ വീതമാണ് ഓരോ പേപ്പറിനും അനുവദിക്കുന്ന സമയം. ഇങ്ങനെ കീം എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കും കൂടാതെ +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയ്ക്ക് ലഭിച്ച മാർക്കും 50-50 അനുപാതത്തിൽ ചേർത്താണ് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ടായിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും കീം എക്സാമിനേഷൻ എഴുതുകയും അതിൽ മിനിമം ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യുകയും വേണം. ഇതുവരെ പറഞ്ഞത് കീം എക്സാമിനേഷൻ വഴി എഞ്ചിനീയറിംഗ് ഡിഗ്രികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന കാര്യമാണ്. അതേസമയം കീം വഴി B.Pharm അഥവാ ഫാർമസി കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ 1ാമത്തെ പേപ്പറായ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ മാത്രം എഴുതിയാൽ മതി. 2ാം പേപ്പർ മാത്തമാറ്റിക്സ് എഴുതേണ്ട ആവശ്യമില്ല. കൂടാതെ ഫാർമസി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആവശ്യത്തിലേക്ക് നിങ്ങളുടെ +2-ൻ്റെ മാർക്ക് പരിഗണിക്കപ്പെടുന്നുമില്ല. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.